എന്താണ് മേജർ സാറേ മുഖത്തൊരു ചളിയർച്ച ഭാവം? ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാ മതി. തനിക്ക് എന്നെ അറിഞ്ഞൂടാ? അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യെ കാണിച്ചത് എന്താണോ അതാണ് എക്സ്പോസ്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നല്ലോ. ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ആ ജിംബേർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ അതിര് കിടക്കും. അതിലേക്ക് ഇനി കൊണ്ടുപോയി എത്തിക്കണ്ട, അത് അവിടെ നിൽക്കട്ടെ. എടോ, എന്റെ 12 വർഷത്തെ ചായയുടെ സർവീസിൽ ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കടവും വേണം കടുപ്പം വേണമെന്ന്. കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തു തരാം. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ. ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഞാൻ അതിലും ഭേദം ഓപ്പൺ ആയിരുന്നു. ജിംബേർ മാത്രം പിടിച്ചു താങ്ങിക്കൊണ്ടിരിക്കുന്ന അജിയോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ്. ഞാൻ റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുന്നു. തുറന്നു പറയും, മനസ്സിന്റെ ഉള്ളിൽ ഉറത്തി കളിക്കാൻ. ജിംബേർ ശരണ്യക്കില്ലായിരുന്നെങ്കിൽ ശരണ്യ 65 ദിവസം പിടിച്ചു നിൽക്കുമായിരുന്നു. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒഴിക്കും. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. ഇങ്ങനെ ചെപ്പൊക്കെ അടിച്ച് പറയാതെ ചേച്ചി. ഞാൻ റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുന്നു. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. എനിക്ക് തോന്നുന്നു പാതി നാട്ടുകാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. അതൊക്കെ എനിക്ക് പറഞ്ഞ പോലെ. ശരണ്യ, അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. സംസാരിക്കും എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളയും. ഞാൻ പറഞ്ഞേക്കാം, നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത്? എന്നെ തറയാക്കലട മോനെ. ആണോ? അപ്പൊ അത് ചോദിച്ചാ മതി. നീ വിഷമിക്കാതിരച്ചു എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാ ഇതങ്ങ് ശീലായിക്കോളൂ.